നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ജൂൺ മാസത്തിലെ മൂലം, പൂരാടം, ഉത്രാടം കാല ധനുക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതുകൊണ്ട് ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ ധനുക്കൂറുകാർക്ക് ഈ വരുന്ന ജൂൺ മാസം 15-ാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് 6-ലാണ്. 6-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രു രോഗ ദുഃഖ ശമനം, ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത ഗംഭീര ഫലം. അതേപോലെ തന്നെ ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്കും ശമനം വന്നു ചേരുന്ന വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നൊക്കെ മോചനം വന്നു ചേരുന്ന ഒരു കാലയളവാണ് 15-ാം തീയതി വരെ. 15-ാം തീയതിക്ക് ശേഷം സൂര്യൻ 7-ലേക്ക് വരുന്നത് ഉദരവ്യാധി എന്ന മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. വയറ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു കാലയളവ്. അപ്പോൾ ഒരു പരിധിവരെ ഈ വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടുള്ള ആഹാരം പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഫലത്തെയും 7-ലേക്ക് സൂര്യൻ വരുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. 5-ൽ നിൽക്കുന്ന ചൊവ്വയെക്കൊണ്ട് സന്താനങ്ങൾ നിമിത്തം അരിഷ്ടത വന്നു ചേരുന്ന ഒരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ മാനസികമായിട്ടുള്ളൊരു ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രുഭയം ഉണ്ടാവുക, രോഗഭയം ഉണ്ടാവുക, ശത്രുക്കളുടെ ഉപദ്രവം നമ്മളിലേക്ക് വന്നു ചേരുമോ എന്നുള്ളൊരു ഭയം, അതേപോലെ തന്നെ ഏതെങ്കിലും രോഗദുരിതങ്ങൾ വന്നു ചേരുമോ എന്നുള്ളൊരു ഭയം, മാനസികമായിട്ടുള്ള ഭയം മോശഫലമല്ലേ. 15-ാം തീയതി വരെ ബുധൻ 6-ൽ നിൽക്കുമ്പോൾ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ല അനുഭവം നമുക്ക് വന്നു ചേരുക, പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, പ്രമോഷനൊക്കെ ലഭിക്കുന്ന നല്ല ഫലത്തെ തൊഴിലെടുത്ത് സൂചിപ്പിക്കുന്നുണ്ട്. പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്ന വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ഓരോരോ ഗ്രഹങ്ങൾ ഓരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫലങ്ങളെയാണ്, പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങളെ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കുമെന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 15-ാം തീയതിക്ക് ശേഷം 7-ലേക്ക് ബുധൻ വരുമ്പോൾ കലഹമാണ് പറയുന്നത്. കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഈ കലഹം ഉണ്ടാവുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. 6-ൽ വ്യാഴം നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. സുഖസാധനങ്ങൾ ഉണ്ടായാലും ആ സുഖം അനുഭവിക്കാൻ യോഗമില്ലാത്തൊരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഫലങ്ങളുണ്ട്. നമ്മുടെ ധനമായിക്കോട്ടെ, അതുപോലെ തന്നെ നമുക്ക് പ്രാധാന്യമുള്ള പേപ്പറുകളൊക്കെ ഒന്ന് പ്രത്യേകിച്ച് സൂക്ഷിച്ചു വെക്കുക. കള്ളന്മാരാൽ മോഷ്ടിക്കപ്പെട്ടു കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്ന ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് വ്യാഴം 6-ൽ നിൽക്കുമ്പോൾ. അപ്പോൾ ഈ വ്യാഴം 6-ൽ നിൽക്കുമ്പോൾ കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ. നമ്മളുടെ സമീപ പ്രദേശത്ത് വൈഷ്ണവജി തന്നെ നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക. നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക. സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ കുറച്ച് കൂടുതൽ ജപിക്കുക. നാമസങ്കീർത്തനം സ്യാ സർവ്വപാപത്രനാശനം എന്നാണ് പറയുന്നത്. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ വ്യാധികളെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ കലികാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ഉപായമാണ് നാമജപം. നാമജപത്തിലൂടെ നമുക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ സൗഭാഗ്യങ്ങളുമുണ്ട്. അതേപോലെ തന്നെ നമ്മളറിയാതെ തന്നെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടുള്ള ദുരിതങ്ങളുമുണ്ട്. നമ്മൾ നാമം ജപിക്കുമ്പോൾ നമുക്ക് ഏകാഗ്രമായിട്ടുള്ള മനസ്സും ശ്രദ്ധയും ഒക്കെ വന്നു ചേരും. അപ്പോൾ ഏകാഗ്രമായിട്ടുള്ള മനസ്സും ശ്രദ്ധയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കും അല്ലേ. നല്ല രീതിയിൽ തന്നെ നമുക്കത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലോ നല്ല ഫലം നമുക്ക് വന്നു ചേരും. നല്ല ഫലം വന്നു ചേർന്ന് കഴിഞ്ഞാലോ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാകും. നമുക്ക് സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാലോ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമുക്ക് കുടുംബത്തുള്ളവർക്കും സന്തോഷം ഉണ്ടാകും. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളുടെ കുടുംബത്തെ സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ വന്നു ചേരാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം നമ്മൾ ആകെ ചെയ്തത് എന്താ, കുറച്ച് സമയം നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിച്ചു, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപത്തിന് വളരെ ഗംഭീരമായിട്ടുള്ള ഫലപ്രാപ്തിയാണ് പറയുന്നത് എന്നർത്ഥം. എന്തായാലും നമ്മളുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുവാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക. പലവിധ ദുരിതങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാതിരിക്കും. 13-ാം തീയതി വരെ ശുക്രൻ 6-ൽ നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെ അല്ല ധനുക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക, രോഗദുരിതങ്ങൾ വന്നു ചേരുക. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചോറ്റാനിക്കര ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണി നമോസ്തുതേ. സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവസ്യ ആർത്യഹരേ ദേവി നാരായണി നമോസ്തുതേ. ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 13-ാം തീയതിക്ക് ശേഷം 7-ലേക്ക് വരുമ്പോഴും നല്ല ഫലമല്ല. സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ധനുക്കൂറുകാർക്ക് 3-ൽ ശനി നിൽക്കുന്നത് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു.
നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, സർവാഭീഷ്ട സിദ്ധി വന്നു ചേരുക, നല്ല രീതിയിൽ ആരോഗ്യം ഉണ്ടാവുക. കുറച്ചു കാലമായിട്ട് 3-ലാണ് ശനി. ഈ നല്ല ഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ഗ്രഹങ്ങൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുമ്പോൾ മാത്രമേ ഫലത്തിന് വ്യത്യാസം വരൂ. എന്തായാലും ധനുക്കൂറുകാർക്ക് മറ്റു പല ഗ്രഹങ്ങളും മോശസ്ഥാനത്ത് നിന്നാൽ പോലും ശനി വളരെ നല്ല സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.